സേവ് ഗാസ, സേവ് പലസ്തീൻ, ഓൾ ഐസ് ഓൺ റാഫ. ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് വേണ്ടി മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തിയിരുന്നു. എന്നാൽ ഒരു കൂട്ടം ഭീകരർ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ നിഷ്കരുണം കൊന്നുതള്ളിയപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി ഇന്ത്യ സ്വീകരിച്ചപ്പോൾ മതനിരപേക്ഷ കേരളം അതിനെ നോക്കിക്കണ്ടതും സ്വീകരിച്ചതും പല രീതിയിലായിരുന്നു. അതിൽ വ്യക്തമായ മത രാഷ്ട്രീയ വേർതിരിവുകൾ പ്രകടമായിരുന്നു. അത് പലയിടത്തും പല രീതിയിൽ പലരും അവതരിപ്പിക്കുകയും ചെയ്തു. സ്വന്തം വീട്ടുമുറ്റത്തെത്തും വരെ മാത്രമേ യുദ്ധത്തിൻ്റെ ആവേശം നിലനിൽക്കുകയുള്ളൂ എന്നായിരുന്നു ഒരു അഭിപ്രായം. അത് പലരും ഏറ്റുപിടിക്കുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയതൊരു യുദ്ധമായിരുന്നു. കാലാകാലങ്ങളായി പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടുവന്ന ഭീകരർ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നുതള്ളിയപ്പോൾ ഇന്ത്യ ലക്ഷ്യം വെച്ചത് അവരുടെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു. 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് കളഞ്ഞത്. അതിൽ 100-ലധികം ഭീകരരെയും ഇന്ത്യക്ക് വധിക്കാൻ സാധിച്ചു. യൂസഫ് അസർ, അബ്ദുൾ മാലിക് റൌഫ്, മുദാസിർ അഹമ്മദ് തുടങ്ങി കൊടും ഭീകരരാണ് ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യയുടെ സൈന്യാധിപന്മാർ നടത്തിയ പത്രസമ്മേളന പ്രകാരം പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവരെയും കാണ്ഡഹാർ വിമാനം റാഞ്ചലിന് പിന്നിലുള്ളവരെയും ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യക്ക് കൊലപ്പെടുത്താൻ സാധിച്ചു. ഏകദേശം 30 മുതൽ 40 വരെ പാക് പട്ടാളക്കാരെയാണ് അതിർത്തിയിൽ വെച്ച് ഇന്ത്യ കൊലപ്പെടുത്തിയത്. കൂടാതെ ലാഹോറിലെ റഡാർ സംവിധാനം വരെ ഇന്ത്യ തകർത്ത് കളഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഇന്ത്യ വ്യക്തവും ആധികാരികവുമായ തെളിവുകളോടുകൂടി അവതരിപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിക്ക് കാണിക്കാനുണ്ടായിരുന്ന തെളിവുകൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലായിരുന്നു. ഒടുവിൽ ഭയന്ന് വിറച്ച് നിൽക്കക്കള്ളിയില്ലാതായ പാകിസ്ഥാൻ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഒരു സീസ് ഫയർ നാടകം കൂടി കളിക്കേണ്ടതായി വന്നു. ഇന്ത്യയുടെ ഫോറിൻ പോളിസി പ്രകാരം ഒരു രാജ്യത്തെയും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാനോ കീഴടക്കാനോ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇങ്ങോട്ടൊരു ആക്രമണം ഉണ്ടായാൽ ഏതൊരു രാജ്യത്തെയും പോലെ തന്നെ ശക്തമായ പ്രതിരോധം തീർക്കാനും തിരിച്ചടിക്കാനും ഇന്ത്യക്കും അവകാശമുണ്ട്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെ ഒരു യുദ്ധത്തിലൂടെ അട്ടിമറിക്കാൻ സാധിക്കുമെന്നും മതം പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ സാധിക്കുമെന്നുമാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ അതൊന്നും ഇവിടെ വില പോകില്ല എന്നുള്ള ശക്തമായൊരു താക്കീത് കൂടിയാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത്. 2008-ലെ ഇന്ത്യയല്ല 2025-ലെ ഇന്ത്യ എന്ന് എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു.